ഇത് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഗ്രേവി ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇതേപോലെ നമ്മളിപ്പോൾ ഗ്രേവി റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ നാള് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലോ വെച്ചിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി വെച്ചിട്ട് പല വെറൈറ്റിയിലുള്ള കറികൾ നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറികൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ റെസ്റ്റോറൻറ്റിൽ ഇതേപോലെ ഇങ്ങനെ ഗ്രേവി നേരത്തെ കൂട്ടിയിട്ട് തന്നെ അവർ റെഡി ആക്കിയിട്ട് വെക്കും. അപ്പൊ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറികൾ പറയുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവർ ഈ ഗ്രേവി വെച്ചിട്ട് പല വെറൈറ്റിയിലുള്ള കറികൾ നമുക്ക് റെഡി ആക്കിയിട്ട് തരും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഈ ഗ്രേവി വെച്ചിട്ടുള്ള ഒരു 2-3 തരത്തിലുള്ള കറികളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് നീക്കി വയ്ക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ ഇതേപോലത്തെ 2 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ഞാനിവിടെ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ സവോള വേണം. ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. സവോള ആയിരുന്നാലും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പച്ചമുളകും അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു വലിയൊരു പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ഇട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 ഇത് ഭയങ്കര കനം കുറഞ്ഞ പീസാണ്. 2 ചെറിയ കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. 2 തക്കോലം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചെറിയ ടൈപ്പ് തക്കോലാണ്. അപ്പോൾ നിങ്ങൾ വലിയ തക്കോലം എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 തക്കോലം എടുത്താൽ മതി. പിന്നെ 1/2 ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഗരം മസാലയായിട്ട് ഈ 3 മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഗ്രേവി ആക്കിയിട്ട് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ മല്ലിയില ഞാനിപ്പോൾ ചേർക്കണില്ല. അത് നമുക്ക് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കുമ്പോൾ മല്ലിയില ഫ്രഷ് ആയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കസൂരി മെത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ഇല ഉണക്കിയെടുത്തതാണ്. അതായിരുന്നാലും ഞാനിപ്പോൾ ചേർക്കണില്ല. അതിപ്പോൾ നമ്മൾ ഓരോ കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോന്നിൻ്റെ ടേസ്റ്റിന് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കസൂരി മേത്തിയും പിന്നെ മല്ലിയിലയും പിന്നെ ഗരം മസാലയും അത് നമ്മൾ ആ കറിയാക്കുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ആ 3 മസാലപ്പൊടികളും ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ലാസ്റ്റ് ഇത് മസാല ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കും. അപ്പോൾ ഇത് രണ്ടും മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. സവോള നമുക്ക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. നമ്മൾ കറിയിലേക്ക് ആയിരുന്നാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർക്കേണ്ട വരുമ്പോഴായിരുന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. ഇത് നീക്കി വയ്ക്കുക. ഇത് നമുക്ക് സവോളയും പച്ചമുളകും നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ തക്കാളി കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മസാലയാക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് മസാലയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണേനേക്കാളും നല്ലത് വെജിറ്റബിൾ ഓയിൽ, അത് സൺഫ്ലവർ ഓയിലോ അതേപോലത്തെ ഓയിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഈ ജീരകം ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. ഇപ്പോൾ ജീരകം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ടയും തക്കോലും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും ചേർക്കാം.
ആ ജീരകം നിങ്ങൾ കരിഞ്ഞു പോകാണ്ട് നോക്കണം. കാരണം നല്ല ചൂടായിട്ടിരിക്കുന്ന ഓയിലിലേക്ക് ജീരകം ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മുരിയും. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഒരു പിടി കാഷ്നട്ടും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. സവാളയൊക്കെ മുരിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ചേർക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുള്ളൂ. നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ ചേർക്കണം. ഇങ്ങനെ മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ തീ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കണം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഈ മസാലപ്പൊടികളും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിലേക്ക് പുക കയറും. ഈ മസാലപ്പൊടികളൊന്നും അങ്ങോട്ട് ശരിക്കും നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. അപ്പം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഫ്രഷായിട്ട് പൊടിച്ചേക്കണ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ ചേർക്കണ മല്ലിപ്പൊടി ചേർക്കുക. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഈ മല്ലിപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മുരിക്കണം. മല്ലിപ്പൊടി മുരിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മുരിഞ്ഞതിൻ്റെ ഒരു സ്മെല്ല് വരണം. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. പൊടിയും ഞാനിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ച് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഈ മുളക് പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിൽ കുറവ് പോലെ തോന്നുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടിയും ചേർക്കുന്നുണ്ട്. എന്നാലും ഈ മസാലയൊക്കെ ശരിക്കും അങ്ങോട്ട് മുരിയുള്ളൂ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. പുക കയറരുതാന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുക എങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ മസാലയ്ക്ക് നല്ലൊരു കയ്പ്പ് രസം വരും. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം തക്കാളി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ മസാലകളെല്ലാവരും ഈ തക്കാളിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി വേവിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കണം. ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുക. ഇത് അരച്ചിട്ട് എടുക്കുമ്പോൾ ഈ കാഷ്നട്ടൊക്കെ ആയിരുന്നാലും നല്ല പേസ്റ്റ് പോലെ വരും. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇടിക്കണം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് തന്നെ പകർത്തിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ടല്ലോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒഴിക്കുന്ന പാത്രത്തിലായിരുന്നാലും ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം. ഈ ഗ്രേവി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കാം. തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്. കാരണം ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കാഷ്നട്ടിൻ്റെ പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തീ എന്തോരം കുറച്ച് വെക്കാമോ അത്രയ്ക്കും കുറച്ച് വെച്ചിട്ട് മൂടി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഞാനിവിടെ ചെറിയ ബർണറിലാണ് വെച്ചേക്കുന്നത്.
ഇതിനകത്ത് ഇങ്ങനെ വളരെ ചെറിയ ചെറിയ കൊമ്പളകളായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ചു, ഒരുപാട് കൂട്ടി വെക്കരുത്. ചെറിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ നിന്ന് പതുക്കെ ഒന്ന് കൂട്ടിക്കും. ഒരുപാട് അങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഇത് ഞാനിവിടെ ഒരു അരമണിക്കൂർ ഇതേപോലെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടിയും ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രേവി വെച്ചിട്ട് നമുക്ക് കുറേ ടൈപ്പുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സെയിം ഗ്രേവി തന്നെയാണ് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ മട്ടർ പനീർ ഈ സെയിം ഗ്രേവി വെച്ചിട്ട് ഉണ്ടാക്കുക. അതേപോലെ തന്നെ വെജിറ്റബിൾ കറി ഉണ്ടാക്കുക, എഗ് കറി ഉണ്ടാക്കുക, ഫിഷ് കറി ഉണ്ടാക്കുക, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയ്ക്കാണ് സൂക്ഷിച്ച് വെക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് വെക്കണം. ഇപ്പോൾ നമുക്കൊരു 3-4 മാസമൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. കുറേ നാൾ വരെ കേടാവാണ്ടിരിക്കും. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനായിരുന്നാലും നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസൊക്കെ ഉണ്ടാക്കണ ആ ട്രേ ഉണ്ടല്ലോ, ആ ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ എടുത്ത് വെച്ചാലും ഇപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് എടുത്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഈ ഗ്രേവി വെച്ചിട്ട് ഒരു 2-3 റെസിപ്പികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കി വെച്ചാലും നല്ല ഈസി ആയിട്ടിരിക്കും. കാരണം കുറേ പേരൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇത് അധികം ഗ്രേവി ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ 1-2 പേരൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇപ്പോൾ കുറേ കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രേവി വെച്ചിട്ട് ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഡബിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണ സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയൊക്കെ ഡബിളാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നാൾ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഇത് ഫ്രീസറിലേക്ക് തന്നെ വെക്കണം.